ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും നടക്കുന്നു. ഒരു യോഗിയായ താങ്കൾ ഇതിനെങ്ങനെയാണ് കാണുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ മറുപടി ഒരല്പം ഷോക്കിംഗ് ആയിരിക്കും. ഈ തർക്കം അല്ലെങ്കിൽ ഈ തർക്കത്തിൻ്റെ മൂല കാരണം വിഷയത്തിലുള്ള അജ്ഞതയാണ്. അയ്യപ്പൻ എന്താണ് എന്ന് വ്യക്തമായി ഈ രണ്ട് കൂട്ടർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, രണ്ട് കൂട്ടർ ഞാനെന്ന് ഉദ്ദേശിച്ചത്, ഒന്ന് പാരമ്പര്യവാദികൾ, വിശ്വാസികൾ, എന്താണോ ആചാരം അത് ലംഘിക്കാൻ പാടില്ല. പുരോഗമനവാദികൾ പറയുന്നത് ഇത് വിവേചനമാണ്, സ്ത്രീയെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ. ഈ രണ്ട് വിഭാഗക്കാരും ഇതിൻ്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ തർക്കത്തിന് ഒരു പ്രസക്തിയുമില്ല. ശബരിമലയിലേക്ക് പോകുന്ന ശബരിമല യാത്ര എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയിലേക്ക് പോവുക അല്ല ചെയ്യുന്നത്. ഇത് അവനവൻ്റെ തന്നെ ആത്മാവിലേക്ക്, സത്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ തന്നെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. അതിന് സൂര്യയാനം എന്ന് പറയും. സൂര്യയാനം എന്ന് വെച്ചാൽ വെളിച്ചത്തിലേക്കുള്ള യാത്ര, ഉയരങ്ങളിലേക്കുള്ള യാത്ര, ആത്മാ ഉന്നതിയിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ് ശബരിമല യാത്ര. അല്ലാതെ ഈ ഫിസിക്കലായിട്ട് ഞങ്ങൾ കാറിലോ കാളവണ്ടിയിലോ ഒക്കെ അവിടെ പോയോ നടന്നോ അങ്ങനെ കയറുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. വാട്ട് റെപ്രസെൻറ്റ്സ് ദാറ്റ് ജേണി, ആ യാത്ര എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അത് നമ്മുടെ ആത്മ ഉന്നതിയിലേക്കുള്ള അകത്തുള്ളൊരു യാത്രയാണ്. ആ യാത്രയ്ക്കാണ് ചില നിയമനിബന്ധനകൾ ആചാര്യന്മാർ ഉപദേശിച്ചത്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് യോഗാരൂഢനാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. യോഗാരൂഢൻ എന്ന് പറയുന്നത് യോഗവിദ്യയിൽ സ്ഥിതപ്രജ്ഞനായവൻ, യോഗവിദ്യ കരഗതമായവൻ എന്നാണ്. വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷമായി വിശദമായി ഗ്രഹിക്കേണ്ടത് എന്നാണ്. എല്ലാ കല്ലിലുണ്ടാക്കിയ ശില്പങ്ങളും പഞ്ചലോഹത്തിലുണ്ടാക്കിയ ശില്പങ്ങളും വിഗ്രഹങ്ങളല്ല. ആ ശില്പത്തിൽ ഒരു പ്രത്യേക ആശയം സന്നിവേശിക്കപ്പെടുമ്പോഴാണ് അത് വിഗ്രഹമായി മാറുന്നത്, പൂജയ്ക്ക് അർഹമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ തർക്കത്തിനൊരു അടിസ്ഥാനമില്ല എന്ന് തെളിയും. ഒന്ന്, ശബരിമലയിലെ അയ്യപ്പൻ ഇരിക്കുന്നത് കാട്ടിനുള്ളിലാണ്, മലമുകളിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് 18 പടികളുണ്ട്. ഈ 18 പടികളും കടന്നു ചെല്ലുമ്പോൾ അയ്യപ്പനെ കാണുന്നതിന് മുമ്പ് നാം ഒരു വാചകം കാണേണ്ടി വരും, ഒരു സൂത്രവാക്യം, തത്വമസി എന്ന് വളരെ വ്യക്തമായി അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ ഗുരു അല്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം എന്ത് ആശയമാണോ ഉൾക്കൊള്ളുന്നത്, ആ ആശയത്തെ സമൂഹത്തിൽ നിലനിർത്താൻ ആ ഗുരു എന്ത് മാർഗമാണോ സ്വീകരിച്ചത്, സത്യം എന്താണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു, അത് വ്യക്തമാക്കുന്നതാണ് ഈ തത്വമസി എന്ന സൂത്രവാക്യം. തത്, അല്ലയോ മനുഷ്യ, അല്ലയോ ഭക്ത, നീ അന്വേഷിക്കുന്ന തത്, അത്, ഭഗവാൻ, ത്വം, നീ, അസി, ആകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം അവനവനെ കണ്ടെത്താൻ, ഓരോരുത്തരുടെയും ആത്മ ചൈതന്യം എന്താണ്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കേവലമായ മാർഗം മാത്രമാണ് ശബരിമലയിലെ അയ്യപ്പൻ. രാമായണത്തിൽ രാമരാവണ യുദ്ധം നടക്കുന്നത് 18 ദിവസമാണ്. മഹാഭാരതത്തിൽ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്നത് 18 ദിവസമാണ്. അതിൽ പങ്കെടുക്കുന്ന പടകൾ, അക്ഷൗണികൾ 18ആണ്. മഹാഭാരതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. അത് 18 അധ്യായങ്ങളാണ്. കളരിയിൽ 18 ചുവടുകളാണ്. അടിസ്ഥാനപരമായി കളരിയിൽ 18 ചുവടാണ്. നമുക്ക് പൊതുവെ 18 പുരാണങ്ങളാണുള്ളത്. ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിലെ അല്ലെങ്കിൽ പാരമ്പര്യത്തിലെ ആചാര്യ വചനങ്ങളുടെ എന്ത് ആശയവും അതിൻ്റെ ആഴത്തിൽ നോക്കിയാൽ അത് 18 വന്ന് നിൽക്കുന്നത് കാണാം. അതുതന്നെയാണ് ശബരിമലയിലെ 18 പടികളും. അപ്പോൾ ഗുരുക്കന്മാർ എപ്പോഴും സമൂഹത്തെ ഉപദേശിച്ചിരുന്നത്
ഗോ ബിയോണ്ട് യുവർ സെൻസസ്. അതീന്ദ്രിയമായ അനുഭവം ഉണ്ടാകണം. ഈ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം, ഈ ആശയങ്ങളുടെ പ്രതീകങ്ങളെല്ലാം അവനവൻ്റെ ശരീരത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് ശബരിമലയിൽ. അപ്പോൾ ഈ ശബരിമലയിലെ 18 പടി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട 18മായി ചേർന്ന് നിൽക്കും. എന്തെന്നാൽ നമ്മുടെ ശരീരം തന്നെയാണത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നിന്റെ ശരീരം തന്നെയാണ്. ആ ശരീരം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം. അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരം പരസ്പരം ചേരുമ്പോൾ, പഞ്ചഭൂതങ്ങൾ പരസ്പരം ചേരുമ്പോൾ അതിൽ പഞ്ചപ്രാണനുകളുടെ ഉദയമുണ്ടാകുന്നു. ആ പഞ്ചപ്രാണനുകളും പഞ്ചഭൂതങ്ങളും ചേർന്ന് പഞ്ചേന്ദ്രിയങ്ങൾ സജീവമാക്കുന്നു. മൊത്തം 15. അങ്ങനെ ഇന്ദ്രിയ വിഷയത്തിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ സജീവമാകുമ്പോൾ നമുക്ക് കാമദേവന്റെ സന്നിവേശം ഉണ്ടാകുന്നു. കാമദേവൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആ ആഗ്രഹങ്ങളുടെ ഒരാകത്തുകയാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന, നല്ലതേത് ചീത്തയെന്ന് തിരിച്ചറിയുന്ന ബുദ്ധി 17ാമത്തെ ഫാക്കൽറ്റി. അത് കഴിഞ്ഞാൽ ആകവേ ഈ 17നെയും അറിയുന്ന ഞാൻ, അഹം എന്ന ബോധമാണ് 18. അപ്പോൾ സാധകൻ എന്താ ചെയ്യേണ്ടത്? പഞ്ചഭൂതങ്ങളിൽ തുടങ്ങി യാത്ര വേണം. അങ്ങോട്ട് മുന്നോട്ട് പോയി പടികൾ ഒന്നൊന്നായി ഗുരു ഉപദേശത്താൽ അതിലംഘിച്ച് സന്നിധാനത്ത് എത്തിക്കണം. അവിടെ മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. ഇനി ഇതിൻ്റെ ആ ഒരു പ്രത്യേകതകളൊന്ന് പരിശോധിച്ചാൽ, എന്തുകൊണ്ട് സ്ത്രീക്ക്, എല്ലാ സ്ത്രീകൾക്കുമല്ല, മാസമുറ ആരംഭിച്ച് അത് സജീവമായി നിലനിൽക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുള്ളൂ. മാസമുറ തുടങ്ങുന്നതിന് മുമ്പോ മെനോപാസ്, മാസമുറ അവസാനിച്ചതിന് ശേഷമോ ഉള്ള പ്രായക്കാർക്ക് വിലക്കില്ല. അതിനർത്ഥം തന്നെ അത് സ്ത്രീയോടുള്ള വിവേചനമല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ പീരീഡിൽ ഇത് വിലക്കിയിരിക്കുന്നു എന്നറിഞ്ഞാൽ അതിൻ്റെ പിന്നിലേക്കുള്ള പ്രയോഗമാർഗം മാത്രം പരിശോധിച്ചാൽ മതി. അയ്യപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അതീന്ദ്രിയ ബോധാവസ്ഥ തെളിഞ്ഞവൻ, 5 അപ്പൻ എന്നാണ്. അപ്പൻ, പിതാവ്, നാഥൻ എന്നൊക്കെ പറയുന്നത് നിയന്താവ്, നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. യോഗ ചിത്തവൃത്തി നിരോധ. മഹർഷി പറയുന്നു, യോഗ ഈശ്വരനെ കണ്ടെത്താൻ, ആത്മാവിനെ കണ്ടെത്താനുള്ള, ബ്രഹ്മത്തെ കണ്ടെത്താനുള്ള ആ ഒരു മാർഗം യോഗയാകുന്നു. അതെന്താണ്? ചിത്തവൃത്തി നിരോധ. നിങ്ങളുടെ ചിത്തത്തിൻ്റെ പ്രവൃത്തിയെ, വൃത്തികളെ, ചിന്താതരംഗങ്ങളെ നിരോധിക്കണം. ചിന്തയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയാത്മകമായി 5 ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന കണ്ട്, കേട്ട്, മണത്ത്, രുചിച്ച്, സ്പർശിച്ച് അറിയുന്ന ഈ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്ന പ്രക്രിയയാണ് ചിന്ത. ആ 5നെയും നിരോധിക്കുക, അതിൻ്റെ അപ്പനാകുക, നിയന്ത്രിക്കുക. ഇതാണ് യോഗാവസ്ഥ. അതീന്ദ്രിയ ബോധാവസ്ഥ തെളിച്ചെടുക്കുക. അതീന്ദ്രിയ ബോധാവസ്ഥ തെളിച്ചെടുക്കുമ്പോൾ, അതായത് 6ാം ഇന്ദ്രിയം, ജ്ഞാനക്കണ്ണ്, തൃക്കണ്ണ്, ഇവയൊക്കെ തുറക്കുക. അതിൻ്റെ ഒരു പ്രയോഗ മാർഗമാണ് ശബരിമലയിലെ അയ്യപ്പൻ. ഇനി ഈ അയ്യപ്പന് വേറൊരു പേരുണ്ട്, ശാസ്താവ്. എന്താണ് ശാസ്താവ്? ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ് ശാസ്താവ് എന്ന് പറയുന്നത്. നാം എല്ലാവരും ഈ പ്രപഞ്ചമാണ്, അഥവാ ഈശ്വരനാണ്, വിശ്വശക്തിയാണ്. ആ വിശ്വശക്തിയുടെ പരിമിതമായൊരു രൂപമാണ്, മാനിഫെസ്റ്റഡ് ഫോമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് അത് ശാസ്താവെന്ന് പറയുന്നത്. ശബരിമലയിലെ അയ്യപ്പനോ അത് 5 അപ്പനാകുന്നു. ശാസ്താ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ഒരു വിലക്കുമില്ലല്ലോ. കാരണം ആത്മാ അന്വേഷണത്തിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് സൗമ്യമാർഗവും ഒന്ന് തീവ്രമാർഗവും. സൗമ്യമാർഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കൃത്യമായ ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, യോഗ സാധനയിലൂടെ 1 നാഴിക മുതൽ 3 നാഴിക വരെ സാധന ചെയ്യുകയാണെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക്, പുരുഷനായാലും സ്ത്രീ ആയാലും 18 വർഷങ്ങൾ കൊണ്ട് കുണ്ടലിനി ഉണർത്തി ആത്മസാക്ഷാത്കാരം, ആത്മാനുഭവം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് ആചാര്യവചനവും അനുഭവസ്ഥരും പറയുന്നു. ഈ 18 മല ചവിട്ടുമ്പോൾ ഗുരുസ്വാമിയാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിൻ്റെ രഹസ്യം ഇതാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകും, 18 വർഷം കഴിയുമ്പോൾ നിനക്ക് ആചാര്യസ്ഥാനം കിട്ടുമെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്. 18 വർഷം നിത്യസാധന സൗമ്യമായി ചെയ്താൽ
നമുക്ക് ഏകദേശം ആത്മ അനുഭവം ഉണ്ടാകും. എന്നാൽ ക്ഷിപ്ര സാധന കഴിവുള്ളവർക്ക് എനിക്ക് ഈ 18 വർഷമൊന്നും ചിലവാക്കാൻ വയ്യ, എനിക്ക് ഇപ്പോൾ സത്യം കാണണം എന്ന് ആഗ്രഹവും ധൈര്യവും ഉണ്ടെങ്കിൽ അയ്യപ്പ മാർഗം സ്വീകരിക്കാം. അതിനർത്ഥം അയ്യപ്പൻ ഇരിക്കുന്ന ഒരു ആസനം ശ്രദ്ധിച്ചാൽ അറിയാം, അത് ബദ്ധകോണാസനം, ഭദ്രാസനം എന്നറിയപ്പെടുന്ന ഒരു ആസനത്തിലായിരിക്കുന്നത്. ബദ്ധകോണാസനത്തിലിരുന്ന് അഥവാ ഭദ്രാസനത്തിലിരുന്ന് ജലന്ധരബന്ധനം, മൂലബന്ധനം, ഉഡ്യാനബന്ധനം എന്ന 3 ബന്ധനങ്ങളിലൂടി മഹാബന്ധനം സാധ്യമാക്കിയാൽ സർവദോരാണി സംയമ്യ മനോഹൃതി നിരുദ്ധജ മൂർധന്യാതായ ആത്മന പ്രാണമസ്തിദോ യോഗധാരണം. ഗീത പറയുന്നു, നവദ്വാരങ്ങളെയും ബന്ധിച്ച്, സർവ്വദ്വാരങ്ങളെയും ബന്ധിച്ച് മനസ്സിനെ ഹൃദയത്തിൽ നിരോധിച്ച് പ്രാണനെ മൂർധാവിലേക്ക് ഉയർത്താൻ കഴിയുന്ന അവസ്ഥയാണ് യോഗാരൂഢാവസ്ഥ അഥവാ യോഗധാരണം എന്ന് പറയുന്നത്. ഈ ഭദ്രാസനത്തിലിരുന്ന് മഹാബന്ധനം സാധ്യമാക്കിയാൽ, കൃത്യമായ ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി ആ മഹാബന്ധനം സാധ്യമാക്കിയാൽ 18 ദിവസങ്ങൾക്കകത്ത്, നേരത്തെ പറഞ്ഞ സൗമ്യ സാധന 18 വർഷങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമാകാവുന്നത് 18 ദിവസങ്ങൾക്കകത്ത് മൂലാധാരത്തിൽ നിന്ന് അടികൊണ്ട പാമ്പിനെ പോലെ കുണ്ടലിനി ഉണരും എന്ന് ശാസ്ത്രം, യോഗശാസ്ത്രം. അങ്ങനെ ഉണർന്ന കുണ്ടലിനിയെ പിന്നെ അടുത്ത തലത്തിലേക്ക്, മൂർധാവിലേക്ക് കുണ്ടലിനി ശക്തിയെ ഉണർത്തണം. സ്വാധിസ്ഥാനം, മണിപ്പുരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങൾ, 5 ചക്രങ്ങളെയും കടന്ന് ശക്തിയെ സഹസ്രദള പത്മത്തിലേക്ക് ഉയർത്തണമെങ്കിൽ 41 ദിവസം, ഒരു മണ്ഡലകാലം വേണം. ഈ 41 ദിവസത്തിനകത്ത് ഭ്രൂമധ്യത്തിൽ അവൻ്റെ ജ്ഞാനദൃഷ്ടി, യോഗദൃഷ്ടി, 3-ാം കണ്ണ്, തൃക്കണ്ണ് ഉദിച്ചുയരും. നാം കാണുന്ന 41 ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന മണ്ഡല വിളക്കും മകരജ്യോതിയും ഇതിനെ പ്രതിദാനം ചെയ്യുന്ന പ്രതീകങ്ങൾ മാത്രമാണ്. അപ്പോൾ മകരജ്യോതി ഉദിക്കുന്നത് എവിടെയാണ്? ജ്ഞാനദീപം ഉദിക്കുന്നത് സാധകൻ്റെ ശിരസിൽ തന്നെയാണ്. ഇവിടെ തീവ്ര സാധനയ്ക്ക് ഒരു കഠിന നിയന്ത്രണങ്ങളുണ്ട്. കൃത്യമായും ഹൈ ഓൾട്ടിറ്റ്യൂഡിലിരുന്ന് വേണം സാധന ചെയ്യാൻ. കാരണം ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുന്ന പ്രക്രിയയാണ് പ്രാണായാമം. കുംഭകം എന്ന് പറയും. മാത്രകളോളം, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ 60 സെക്കൻഡ്, പിന്നെ അത് 80 സെക്കൻഡ്, 120 സെക്കൻഡ്, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ശരീരത്തിൽ ഓക്സിജൻ്റെ അളവിനെ കുറയ്ക്കുകയാണ് പ്രാണായാമത്തിൽ ചെയ്യുന്നത്, അഥവാ കുംഭകത്തിൽ ചെയ്യുന്നത്. ഇതിന് ഏറ്റവും യുക്തം ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഭൂഗുരുത്വബലത്തിനെ അതിക്രമിക്കാൻ അല്പം ഉയരത്തിലിരിക്കുന്നതാണ് നല്ലത്. 2, നിശബ്ദമായി സൗമ്യമായി മൗനത്തിലിരിക്കണം. കാരണം പ്രാണൻ വാക്കുകളായി പുറത്തേക്ക് തെറിക്കാൻ പാടില്ല. 41 ദിവസവും ഇവന് കൃത്യമായ മൗനം. ആഹാരവും ജലവും കഴിവതും ഉപേക്ഷിക്കും, പൂർണ്ണമായി ഉപേക്ഷിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആഹാരവും ജലവും സംസാരവും പിന്നെ വൈകാരികത മുഴുവൻ ഒഴിവാക്കണം. ബ്രഹ്മചര്യം, കഠിന ബ്രഹ്മചര്യം ഒഴിവാക്കിക്കൊണ്ടാണ് കുണ്ടലിനിയെ എളുപ്പം തീവ്രമായി സാധന ചെയ്ത് ഉണർത്തുന്നത്. അങ്ങനെ 18 ദിവസങ്ങൾ കൊണ്ട് ഉണരുകയും പിന്നീട് അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ പഞ്ചാധാരങ്ങളിലും ഒരു പ്രവർത്തനവും പാടില്ല. ആഹാരം കഴിക്കാൻ വാ തുറക്കരുത്, ചിന്തിക്കാൻ ആജ്ഞാചക്രം അനക്കരുത്, വൈകാരികത തെളിക്കാൻ ഹൃദയം ഉപയോഗിക്കരുത്, വിശക്കാൻ വേണ്ടി നാഭി ഉപയോഗിക്കരുത്, ലൈംഗികതയ്ക്ക് വേണ്ടി സ്വാധിസ്ഥാനം അനങ്ങരുത്. ഈ 5 ആധാരങ്ങളെയും ബന്ധിച്ചുകൊണ്ടേ കുണ്ടലിനെ മുകളിലേക്ക് ഉയർത്താൻ കഴിയും. ഒരു പുരുഷന് ഇത് സാധ്യമാണ്. എങ്ങനെയെന്നാൽ ഒറ്റയ്ക്ക് വനാന്തരത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിശബ്ദമായി ഇരുന്ന് അവനത് ചെയ്യാം. മലമൂത്ര വിസർജനം പോലും അവൻ്റെ നിയന്ത്രണത്തിൽ വരും കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ. പക്ഷേ 41 ദിവസം തുടർച്ചയായി മാസമുറ, മെൻസ്ട്രുവേഷൻ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഏത് സ്ത്രീയാണ് ഉള്ളത്? ആരോഗ്യമുള്ള ഏത് സ്ത്രീയുണ്ട്? കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലേക്ക് ഉയരുകയാണ്. 18 ദിവസത്തിനകത്ത് അത് ഉയരും. സ്വാധിസ്ഥാന ചക്രം കടക്കുന്നതിന് മുമ്പ് മെൻസസ് ആയിക്കഴിഞ്ഞാൽ കൃത്യമായി ഒന്നുകിൽ ഭ്രാന്ത് അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. ഈ ഒരു അപകട സാധ്യത ഈ സാധനയിലുള്ളത് കൊണ്ട് മാത്രമാണ് സ്ത്രീകൾ അഥവാ
മെൻസ്ട്രൽ സൈക്കിൾ ആക്റ്റീവായ സ്ത്രീകൾ ഇവിടെ പ്രവേശിക്കരുതെന്ന് പറയുന്നത്. ആ പ്രവേശനം ഒരു പ്രതീകം മാത്രമാണ്. സത്യത്തിൽ ഇത് നിത്യജീവിതത്തിൽ പകർത്തുന്ന ഒരു യോഗ സാധനാ മാർഗമാണ്. ശബരിമല അയ്യപ്പൻ ഈ യോഗ സാധനാ മാർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളവിടെ പോവുകയോ പോകാതിരിക്കുകയോ എന്നുള്ളതല്ല വിഷയം. ആർ യു ഗോയിങ് ടു ബ്രിങ് ദാറ്റ് പ്രാക്ടീസ് ഇൻ ടു യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ആ പ്രയോഗം കൊണ്ടുവരുന്നോ, അല്ലെങ്കിൽ നിങ്ങളത് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അപകടമാണ് എന്നാണ് ഗുരു അവിടെ പറയുന്നത്. അല്ലാതെ 10 സ്ത്രീകൾ ശബരിമലയിൽ ചെന്ന് കയറിയെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് എത്ര നൂറ്റാണ്ടുകളായി നിലനിർത്തിയിരിക്കുന്ന ഒരു യോഗ രഹസ്യമാണ്, അല്ലെങ്കിൽ യോഗ സത്യമാണ്. അതിനെ വെറും ആവേശത്തിൻ്റെയും അജ്ഞതയുടെയും പേരിൽ നിഷേധിക്കുകയും, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നിയമം മൂലം നമുക്കതിനെ ആ സ്ത്രീക്ക് പ്രവേശനം അനുവദിപ്പിക്കാം. പക്ഷേ കാലാന്തരത്തിൽ 50 100 വർഷം കഴിയുമ്പോൾ വരും തലമുറ ഇങ്ങനെ ഒരു ശാസ്ത്രശാഖ, യോഗശാഖ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് മറന്നുപോകും. അല്ലെങ്കിൽ അവർക്കത് നിങ്ങൾ നിഷേധിക്കുന്നു. അതല്ലാതെ ശബരിമലയിൽ ഒരു സ്ത്രീക്കും ഒരു പ്രവേശനവും ആരും നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചില സങ്കുചിത താല്പര്യക്കാർ മത്സരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ സത്യം ഈ യോഗ രഹസ്യമാണ്. അത് മനസ്സിലാക്കിയാൽ ഈ തർക്കത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നൂറുകണക്കിന് വർഷങ്ങളായി നാം ആചരിച്ചു വന്ന ആചാരം കൃത്യമായി സന്തോഷത്തോടുകൂടി എല്ലാവരും അത് അനുസരിച്ച് മുന്നോട്ട് പോകും, അറിവിൻ്റെ ബലത്തിൽ. ഇല്ലെങ്കിൽ അജ്ഞതയുടെ ബഹളത്തിൽ ഇങ്ങനെ പലതും കാണേണ്ടി വരും.